ഒരാളുടെ ജീവിതം നിർണ്ണയിക്കുന്നത് അയാൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അതിനെ തന്നെ നമ്മൾ ജീവിതശൈലി എന്ന് വിളിക്കുന്നു. അനുദിനം നമ്മൾ എങ്ങനെ കഴിയുന്നു എന്നതിനെ ജീവിതശൈലിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നതാണ്. നമ്മുടെ ചുറ്റുപാടുകളാവാം, നമ്മൾ ജീവിക്കുന്ന അവസ്ഥകളാവാം, എല്ലാം നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ജോലികൾ വരെ ജീവിതശൈലിയുടെ ഭാഗമായി തീരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജീവിതശൈലികൾ മൂലം നിരവധി രോഗങ്ങളും നമ്മെ പിന്തുടരുന്നുണ്ട്. ജീവിതശൈലിയും ജീവിതശൈലി രോഗങ്ങളെയും കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ജാക്ലിൻ മൈക്കിൾ. ഡോക്ടർ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടർക്ക് സ്വാഗതം. ഡോക്ടർ, അനുദിന ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂട്ടാനാകാത്ത വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പാലും എണ്ണയും. ഇതിൻ്റെയൊക്കെ ഒരു ഉപയോഗം, ഇത് എത്രത്തോളം നമുക്ക് ലൈഫിൽ ആവശ്യമാണ്, എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ, ഏതൊക്കെ തരത്തിലുള്ള എണ്ണകൾ നമുക്ക് യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? ഓക്കെ, നല്ല രണ്ട് ദ്രാവകങ്ങളാണ് അല്ലേ, എണ്ണയും പാലും. പാലിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴാണ് പാൽ കുടിക്കാൻ തുടങ്ങുന്നത്? ജനിക്കുന്ന ഉടനെ. അപ്പോൾ ഒട്ടുമിക്ക കുഞ്ഞുങ്ങൾക്ക് പാലിനെ ദഹിക്കാനുള്ള എൻസൈംസ് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാണ്. പാലിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലാക്ടോസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിനെ ദഹിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ലാക്ടേസ് ഉണ്ടാവണം. മിക്ക കുഞ്ഞുങ്ങൾക്കും ലാക്ടേസ് ഉണ്ടാവും. ലാക്ടേസ് കുറവ് ഡെഫിഷ്യൻസി ഉള്ള കുഞ്ഞുങ്ങൾക്ക് ദഹനക്കേട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ അവർക്ക് ഈ ദഹിക്കാനുള്ള കപ്പാസിറ്റി, ശരിക്കും പറഞ്ഞാൽ ലാക്ടേസിൻ്റെ ആ ക്വാണ്ടിറ്റി ഒരു 3 വയസ്സ് കഴിയുമ്പോഴൊക്കെ അങ്ങ് കുറഞ്ഞ് വരും. ഓക്കെ, പല പോപ്പുലേഷൻസ്, നമുക്ക് എല്ലാ മനുഷ്യരും ഒരുപോലല്ല. ചില പോപ്പുലേഷൻസ്, ചില റേസസിന് കൂടുതൽ ലാക്ടേസ്, കൂടുതൽ അഡൾട്ട്ഹുഡിലും കൂടുതൽ ലാക്ടേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പാല് കുടിക്കുന്നതിൽ വലിയ രോഗങ്ങളോ അസ്വസ്ഥതകളോ അധികമായിട്ട് ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ കോക്കേഷ്യൻസ്, വെള്ളക്കാരെ എടുത്ത് നോക്കുവാണെങ്കിൽ അവർക്ക് അവരുടെ ഇടയിൽ കൂടുതൽ പ്രൊപ്പോർഷൻ ആൾക്കാർക്ക് ലാക്ടേസ് ഉണ്ട്. അതേസമയം നമ്മൾ ജാപ്പനീസ്, ചൈനീസ് ആൾക്കാരെയൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അവർ പാരമ്പര്യമായിട്ട് പാല് കുടിക്കുന്ന ഒരു വംശങ്ങൾ ഒന്നും അല്ലായിരുന്നു. അവരുടെ ഇടയിൽ ലാക്ടോസ് ഇൻടോളറൻസ്, അത് ലാക്ടേസ് എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലായിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ അല്ലേ, ഇന്ത്യൻസിൻ്റെ ഇടയിൽ. അപ്പോൾ ഇന്ത്യൻസിൻ്റെ ഇടയിലും പല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 4/3 ആൾക്കാർക്ക് നന്നായിട്ട് പാലിനെ ദഹിക്കാനുള്ള കേപ്പബിലിറ്റി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലുള്ളൂ. അത് തന്നെ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യൻസിന് ഈ കഴിവ് അല്പം കൂടെ കുറവാണ് നോർത്ത് ഇന്ത്യൻസിനെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് അഥവാ പാലിനെ ദഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നല്ല രീതിയിൽ ദഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? അപ്പം അതിന് ലാക്ടോസ് മാലബ്സോർപ്ഷൻ എന്നോ ലാക്ടോസ് സെൻസിറ്റിവിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, IBS എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ലൈക്ക് ഇറ്റ്സ് കോൾഡ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. പല കാരണങ്ങളുണ്ടാകും, സ്ട്രെസ് ഒരു റീസണാണ്, പല കാര്യങ്ങളും. പക്ഷേ ലാക്ടേസ് ഇൻസഫിഷ്യൻസിയിൽ ഇത് IBS കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ GERD, ഗ്യാസ്ട്രോഇസോഫേജിയൽ റീഫ്ലക്സ് ഡിസീസ് എന്ന് വെച്ചാൽ തികട്ടി വരുന്ന ഒരു ഭക്ഷണം നമ്മൾ കിടന്നു കഴിയുമ്പോഴത്തെ തികട്ടി വരുന്ന പുളിച്ച് അതും കണ്ടുവരുന്നുണ്ട് ലാക്ടേസ് ഡെഫിഷ്യൻസിയിലുള്ള ആൾക്കാർ. അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് പാല് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പം കുഞ്ഞുങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ലൈക്ക് അവർക്ക് നല്ല എല്ലിന് ബലമൊക്കെ ഉണ്ടാവണമെങ്കിൽ കാൽസ്യം ആവശ്യത്തിന് കിട്ടണം. അങ്ങനെ അപ്പം പാലല്ലാത്ത കാൽസ്യം സോഴ്സസ് ഉണ്ട്. ഇലക്കറികളും പച്ചക്കറികളൊക്കെ കാൽസ്യം ഉണ്ട്. ഓക്കെ, പ്രോട്ടീനും മറ്റ് പല ലൈക്ക് പരിപ്പ് വർഗ്ഗ സാധനങ്ങളിലൊക്കെ പ്രോട്ടീൻ്റെ അംശവും ഉണ്ട്. ഓക്കെ, പക്ഷേ കുഞ്ഞുങ്ങളിൽ ഇപ്പം ഒരു 200 ml പാല് കുടിക്കുകയാണെങ്കിൽ ഒരു 45 ഗ്രാം പരിപ്പ് വർഗ്ഗ സാധനങ്ങൾ ലെഗ്യൂംസ് കഴിക്കുന്നതിന് ഒപ്പം തുല്യമായിട്ട് വരും, പ്രോട്ടീൻ സോഴ്സായിട്ടും മറ്റുമായിട്ടും. അപ്പം നമ്മളുടെ ഒരു കോളാണ് നമ്മൾ എത്രത്തോളം പാല് കൊടുക്കുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുടെ എല്ലിൻ്റെ ബലം പാല് കൊടുക്കുന്നതുകൊണ്ട് മാത്രമല്ല, അവർ നല്ല എക്സസൈസ് ചെയ്യുകയും കൂടെ വേണം കുഞ്ഞുങ്ങളുടെ എല്ലിൻ്റെ ബലം. അപ്പം നമ്മൾ മുതിർന്ന കുട്ടികളിലും അഡൾട്ട്സിലും ശരിക്കും പറഞ്ഞ പാലിന് വലിയൊരു റോളൊന്നും ഇല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളൊരു സമീകൃത ആഹാരം കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ, മനസ്സിലായി, ആവശ്യത്തിന് പച്ചക്കറികൾ, ആവശ്യത്തിന് ഇലക്കറികളും മറ്റും കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ പാലൊരു നെസസിറ്റി അല്ല. ആവശ്യം എന്ന് പറയേണ്ടത് അതൊരു നെസസിറ്റി അല്ല. നമുക്ക് ഒരു ലൈക്ക് ടു ഹാവ് അല്ലെങ്കിൽ ഗുഡ് ടു ഹാവ് ആയ ഒരു കമ്മോഡിറ്റി മാത്രം ആണത്. കാരണം പഠനങ്ങൾ കാണിക്കുന്നത് അഡൾട്ട്ഹുഡിൽ നമ്മൾ പാല് കുടിക്കുന്നത് കൊണ്ട് പ്രായമാകുമ്പോൾ ഉള്ള ഫ്രാക്ചേഴ്സിൻ്റെ അളവുകളൊന്നും കുറയുന്നില്ല എന്നാണ് കാണിക്കുന്നത്.
ഫ്രാക്ചേഴ്സ് ഉണ്ടാവാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ വീണ് എല്ലുകൾ പൊട്ടാതിരിക്കണം പ്രായമാകുമ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ബോൺസ് ഉണ്ടാവണം. സ്ട്രോങ് ബോൺസിന് യെസ് വൈറ്റമിൻ ഡിയും കാൽസ്യം ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നല്ല എക്സസൈസിൻ്റെയും ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാലത്തിന് നല്ല എക്സസൈസ് ചെയ്തു വരും ആണെങ്കിൽ പ്രായമാകുമ്പോൾ ഫ്രാക്ചേഴ്സിൻ്റെ സാധ്യത കുറയും. ഓക്കെ, സോ അത് പാലിൻ്റെ കാര്യം. അപ്പം പാലിന് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ അത് അബ്സോർബ് ചെയ്യാൻ നമ്മളിൽ ഒരു നല്ല പെർസെൻറ്റേജ് ആൾക്കാർക്ക് അതിന് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാനുള്ള ഇൻഹറൻറ്റ് എബിലിറ്റി കുറവാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പുളിച്ച് തികട്ടലിന് എപ്പോഴും പോയി ഡോക്ടറിനെ കണ്ട് അതിനുള്ള ഗുളിക മേടിക്കുന്നതിന് പകരം ആദ്യം ഒന്ന് പാല് പോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കണം. ഇത് ഒഴിവാക്കിയാൽ എൻ്റെ പുളിച്ച് തികട്ടലൊക്കെ മാറുമോ, അല്ലെങ്കിൽ മാറ്റി നോക്കാം. ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ടു ട്രൈ അല്ലേ. ഒരു 2 ആഴ്ച നമ്മൾ പാല് കുടിക്കാതിരിക്കുന്ന ഒന്നും സംഭവിക്കില്ല. അപ്പോൾ പാല് കുടി നിർത്തുമ്പോഴത്തേക്ക് നമ്മുടെ സിംറ്റംസ് പോവുകയാണെങ്കിൽ യു ഡോണ്ട് നീഡ് ടു ഗോ ആൻഡ് ടേക്ക് എ മെഡിസിൻ ഫോർ ഇറ്റ്. മനസ്സിലായി, അത്രയേ ഉള്ളൂ അവിടെ. പിന്നെ രണ്ടാമത് നമ്മൾ സംസാരിച്ച് പറഞ്ഞു എണ്ണയെ പറ്റി. എണ്ണയും ഒരു നമ്മളുടെ പ്രത്യേകിച്ചും നമ്മുടെ പാചകത്തിൽ ഇന്ത്യൻ കുക്കിങ്ങിൽ എണ്ണയ്ക്കൊരു വലിയ പങ്കുണ്ട്. എല്ലാവരും വിചാരിക്കുന്ന എണ്ണ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അവിടെ. ഇതിലൊരു കാര്യം സത്യം പറഞ്ഞാൽ എണ്ണ കൂടുതലുള്ളപ്പം എണ്ണ നമ്മൾ നാവിനെ അങ്ങ് കോട്ട് ചെയ്യും. ഓക്കെ, ശരിക്കും ആ ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ശരിയായ രുചി, അതായത് നമ്മളിപ്പം വഴുതനങ്ങ വെക്കുകയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ബീൻസ് അല്ലെങ്കിൽ ക്യാരറ്റ്, ആ ക്യാരറ്റിൻ്റെ സ്വാദല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ എണ്ണയിൽ പൊതിഞ്ഞതിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു സ്വാദാണ് കിട്ടുന്നത്. പിന്നെ എണ്ണയിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് സമയം നമ്മൾ വെളിച്ചെണ്ണ അപ്പോൾ തേങ്ങയിൽ നിന്ന് എടുക്കുന്ന ഒരു സംഭവമാണ്. ഒലിവ് ഓയിൽ, ഒലിവ്സിൽ നിന്ന് നമ്മൾ ആ ഒലിവ്സാണ് കഴിക്കുന്നതായിരുന്നെങ്കിൽ അത് കാരണം അത് ഹോൾ ഫുഡാണ്, അതിനകത്ത് ധാരാളം വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട്. പക്ഷെ അത് എണ്ണയായിട്ട് മാറുമ്പോഴത്തേക്ക് അതിനകത്ത് ഇറ്റ്സ് ജസ്റ്റ് ഫാറ്റ്. ഓക്കെ, ലിക്വിഡ് ഫാറ്റാണ് ഓയിൽ. അതിനകത്ത് ന്യൂട്രിയൻറ്റ് വാല്യൂ വളരെ മിനിമലാണ്. ഇഫ് എനി, ഇറ്റ്സ് ദ ന്യൂട്രിയൻറ്റ് വാല്യൂസ് ഓൾമോസ്റ്റ് നെക്സ്റ്റ് ടു സീറോ. ഇറ്റ്സ് ജസ്റ്റ് പ്യുവർ ഫാറ്റ്. വൈറ്റമിൻസും മിനറൽസൊക്കെ വളരെ കുറവാണ് കമ്പയർഡ് ടു യുവർ ഒലിവ്സ്. അതുപോലെ തന്നെ തേങ്ങ വെച്ച് നോക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ ന്യൂട്രിറ്റീവ് വാല്യൂ കുറവാണ്. ഓക്കെ, ഇത് ഏത് എണ്ണ എടുക്കുവാണെങ്കിൽ തന്നെ. അപ്പോൾ ഒരു ഹെൽത്തി ഓയിൽസായിട്ട് നമ്മളിപ്പോൾ കണക്കാക്കുന്ന ഒലിവ് ഓയിൽ പോലത്തെ ഓയിൽസൊക്കെ ആണെങ്കിൽ പോലും. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഏകദേശം 120 കാലറീസ്, 120 കാലറീസ്. ആ 120 കാലറീസ് നമുക്ക് ബേൺ ഓഫ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ അരമണിക്കൂർ നമ്മൾ വളരെ ദ്രുതഗതിയിൽ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ ജോഗ് ചെയ്യേണ്ടി വരും. അത്രമാത്രം ഫിസിക്കൽ ആക്ടിവിറ്റി വേണം നമുക്ക് ആ 120 കാലറീസിനെ ഒന്ന് ബേൺ ഓഫ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അത് ഏത് എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അളവ് പരിമിതപ്പെടുത്തണം. അത് എണ്ണ ഒഴിവാക്കി കുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എണ്ണ ഒഴിവാക്കി കുക്ക് ചെയ്യാം. കാരണം അതിൽ നിന്ന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ കൂടുതലായിട്ട് വെളിച്ചെണ്ണ എടുത്താൽ കൊളസ്ട്രോൾ വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തവിടെണ്ണ അല്ലെങ്കിൽ റൈസ് ബ്രാൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ മാറി. കുറേ ആൾക്കാർ പരസ്യം കാണിക്കുന്ന അനുസരിച്ച് ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഏതെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ശരാശരി കേരള കുടുംബത്തിൽ ഏതെണ്ണ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ഇനി ഭാവിയിൽ ഉപയോഗിച്ചാൽ മതി എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ വേറൊരു കാര്യം വെച്ചാൽ ആൾക്കാർക്ക് എണ്ണയില്ലാതെ പാചകം ചെയ്യാൻ അറിയില്ല. മനസ്സിലായോ? അതിന് 1-2 ടിപ്സ് ഞാൻ തരാം. നമുക്ക് എണ്ണയില്ല, അത് എണ്ണ കുറച്ച് അല്ലെങ്കിൽ എണ്ണ ഇല്ലാതെ പാചകം ചെയ്യണം. നമ്മൾ സവാളയൊക്കെ വഴറ്റാനാണ് നമ്മൾ ശരിക്കും ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ എണ്ണ തന്നെ വേണ്ട. നമ്മൾ ആ ഉള്ളി ഇട്ട് വഴറ്റാൻ തുടങ്ങുക, നല്ല ചൂടായ ചട്ടിക്കകത്ത്. അതിനകത്ത് അല്പം വെള്ളം ഒഴിക്കുക. അല്പം വെള്ളം ഒഴിച്ച് നമുക്കത് വഴറ്റി എടുക്കാവുന്നതേ ഉള്ളൂ. എണ്ണ ഒരു നിർബന്ധിതമായ ഒരു സംഭവമല്ല ഉള്ളി വഴറ്റാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി മസാലകളും ബാക്കി ചേരുവകളൊക്കെ നമുക്ക് അല്പം വെള്ളം ചേർത്ത് നമുക്കത് എണ്ണയിൽ കുക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാം. ഈ ഒറ്റ ചേഞ്ച് ചെയ്താൽ തന്നെ നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുന്ന കൊഴുപ്പിൻ്റെ അളവ് നന്നായിട്ട് കുറയും. പിന്നെ നമുക്ക് സാമ്പത്തികമായ ലാഭമുണ്ട്. എണ്ണ മേടിക്കുന്നതിന് പൈസ നമുക്ക് ലാഭിക്കാമല്ലോ. കാരണം പലരും 2-3 ലിറ്റർ എണ്ണയാണ് ചെറിയൊരു കുടുംബത്തിൽ ഒരു മാസം ഉപയോഗിക്കുന്നത്. 1/2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ കൂടുതൽ യൂസ് ചെയ്യുന്ന തീർത്തും അനാവശ്യമായൊരു കാര്യമാണ്.
മനസ്സിലായി. പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാരുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അത്ര എണ്ണ ഉപയോഗിക്കരുത്. കാരണം അവരുടെ ആരോഗ്യത്തിനും അത് ഹാനികരമായിട്ട് ഒരു ഇൻഫ്ലമേറ്ററി ഏജൻ്റാണ് ഓയിൽ നമ്മുടെ ബ്ലഡ് വെസൽസ്. നമ്മുടെ ബ്ലഡ് വെസൽസിൽ നമുക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ എൻഡോത്തീലിയൽ ഡാമേജും ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ്. അപ്പം ചില പഠനങ്ങൾ കാണിക്കുന്നത് എണ്ണയ്ക്ക് നമ്മുടെ ബ്ലഡ് വെസൽസിനുള്ളിൽ എൻഡോത്തീലിയൽ ഡാമേജ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷന് ഒരു കോസായിട്ട് കാണുന്നുണ്ട്. അപ്പം മനസ്സിലായല്ലോ. അപ്പം ഏത് എണ്ണയെക്കാട്ടിയും എത്ര എണ്ണയാണ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, റിഫൈൻമെൻറ്റ് കൂടുമ്പം, എണ്ണയുടെ റിഫൈൻമെൻറ്റ് കൂടുമ്പോൾ, നമ്മൾ റിഫൈൻഡ് ഓയിൽ എന്ന് അതിനകത്ത് ഒത്തിരി പ്രോസസ്സിങ് സംഭവിക്കുന്നു. ഇറ്റ്സ് വെരി പ്രോസസ്ഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഒത്തിരി പ്രോസസ്സിങ് സംഭവിക്കുന്നു. അതുകൊണ്ട് കഴിവതും അൾട്രാ റിഫൈൻഡും റിഫൈൻഡ് ഓയിൽസും അത്ര നമ്മൾ ഉപയോഗിക്കാതെ നോക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണെങ്കിൽ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ ഉണ്ട്. ദാറ്റ് ഇസ് സപ്പോസ് ടു ബി ഹെൽത്തിയർ ദാൻ ദി അതർ കോക്കനട്ട് ഓയിൽ. മറ്റേ വെജിറ്റബിൾ ഓയിൽസും ഭയങ്കര റിഫൈനിങ് പ്രോസസ്സിൽ പല കെമിക്കൽസും യൂസ് ചെയ്താണ് അവർ അതിൻ്റെ മണം മാറ്റുന്നത്, അതിൽ നിന്നുള്ള മറ്റ് പല സംഭവങ്ങളും മാറ്റുന്നതും ഒക്കെ പല കെമിക്കൽസും പല സ്റ്റേജിലും യൂസ് ചെയ്തതാണ്. So try and reduce the quantity of oil in general and try and reduce your quantity of refined oil. Cold pressed oils are generally a little bit better than heat use ചെയ്ത് heat extraction വഴി വരുന്ന എണ്ണ, അങ്ങനത്തെ ചില കാര്യങ്ങൾ. അപ്പോൾ to sum up, എന്താണ് ഓയിലും പാലൊക്കെ നമുക്ക്, എണ്ണയും പാലും നമ്മൾ അനുദിന ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കണമെന്ന് പറയുന്നു. പക്ഷെ ഇതൊക്കെ നമുക്ക് ആവശ്യമാണോ എന്ന് വിചാരിച്ചാൽ നമുക്ക് നന്നായിട്ട് പരിമിതപ്പെടുത്താം. നമ്മുടെ ആരോഗ്യത്തിന് അത് രണ്ടും പരിമിതപ്പെടുത്തുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ പ്രത്യേകിച്ച് അഡൾട്ട്സിന് പാലിന് ഒരു സ്ഥാനം സത്യം പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രീഷനിലില്ല. ഒരു ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് പാലിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മളിപ്പോൾ പറഞ്ഞു സമീകൃത ആഹാരം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് എണ്ണയും പാലും ഉണ്ടെങ്കിൽ മാത്രമേ സമീകൃത ആഹാരമാകുന്നുള്ളൂ എന്നൊരു കൺസെപ്റ്റാണ് മലയാളികൾക്കുള്ളത്. അതിൽ നിന്നൊരു വേറിട്ടൊരു ചിന്താഗതി ഞാനിന്ന് പങ്കുവച്ചത്, എണ്ണയും പാലും ഇല്ലെങ്കിൽ പോലും നമുക്ക് ജീവിക്കാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യ ഘടകങ്ങളായിട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മുടെ അടുക്കളയിലൊക്കെ ഒന്ന് പരിമിതപ്പെടുത്തിയാൽ ഇത്രയും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഡോക്ടർ എന്ന് പറഞ്ഞത്. നന്ദി ഡോക്ടർ, ഇത്രയും വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്.